السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോട് കൂടി ജീവിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നമസ്കാരം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ ഇബാദത്തുകളുടെ നെടുന്തൂൺ പഠിപ്പിച്ചത്, അപ്രകാരം ഹദീസുകളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു റക്അത്ത് പൂർണ്ണമായിട്ട് എങ്ങനെയാണ് നിർവഹിക്കുന്നത് എന്ന് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി പഠിക്കുകയുണ്ടായി. അങ്ങനെ 2 റക്അത്തുകൾ കഴിഞ്ഞാൽ, ഒരു റക്അത്തിനെ പോലെ തന്നെയാണ് രണ്ടാമത്തെ റക്അത്തും ബാക്കിയുള്ള റക്അത്തുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഒന്നാമത്തെ അത്തഹിയ്യാത്താണ്. ആ അത്തഹിയ്യാത്തിൻ്റെ രൂപം നമ്മൾ വിശദമായി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. പിന്നെ മൂന്നാമത്തെ റക്അത്തിലേക്ക് എണീക്കുന്നതും എങ്ങനെയാണ് എണീക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അഥവാ 2 രീതിയിൽ എണീക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ജനങ്ങൾ 2 രീതിയിൽ കയ്യെ ചുരുട്ടിപ്പിടിച്ച് കുത്തി നിന്ന് എന്നിട്ട് അതിൽ ഊന്നിക്കൊണ്ട് എണീക്കുന്നതും കാണുന്നുണ്ട്. അതേപോലെ തന്നെ സാധാരണ നിലക്ക് കൈകൾ പരത്തി വച്ചിട്ട് എണീക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിൽ ഒരു സഹോദരൻ അന്ന് ചോദിച്ചിരുന്നു, എന്താണ് അതിൻ്റെ വ്യത്യാസം, എന്താണ് അതിൻ്റെ ചർച്ച എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്ന ഹദീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ 2 രീതിയിലുള്ള ചർച്ചക്കും പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ ചർച്ച ചെയ്തതിനും അതിനെ അടിസ്ഥാനമുള്ളതായിക്കൊണ്ട് കാണാൻ സാധിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു ഹദീസ്, ഈ വിഷയത്തിൽ വന്ന ഹദീസ് എങ്ങനെയാണ് കൈ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് എണീക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി റാവിയായ അസ്റഖ് ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ് പറയാണ്, റഅയ്തു ഇബ്നു ഉമറ. ആരാണ് ഇബ്നു ഉമർ? ഉമർ റളിയല്ലാഹുവിൻ്റെ മകനാണ് അല്ലേ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അദ്ദേഹം നിസ്കരിക്കുന്ന സമയത്ത് വഹുവ യഅജിനു ഫിസ്സലാത്തി യഅതമിദു അലാ യദൈഹി ഇദാ ഖാമ. അദ്ദേഹം അടുത്ത റക്അത്തിലേക്ക് എണീക്കുന്ന സമയത്ത് അദ്ദേഹം അജ്ന് ചെയ്ത് എന്നിട്ട് ആ കൈകളിൽ ഊന്നിക്കൊണ്ടാണ് എണീറ്റത് എന്നാണ് ഹദീസ്. എന്താണ് അജ്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അജ്ന് എന്ന് പറഞ്ഞാൽ ഈ മാവൊക്കെ കുഴക്കുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നമ്മളെ വീട്ടിൽ 4 ആൾക്ക്
ചപ്പാത്തി ഉണ്ടാക്കാനോ പത്തിരി ഉണ്ടാക്കാനുള്ള കാര്യമല്ല. കുറച്ച് കൂടുതൽ മാവ് കുഴക്കുന്ന സമയത്ത് അതിലേക്ക് നല്ല വെള്ളം ചേർത്ത് അതിലേക്ക് ഇങ്ങനെ ഇടിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ കുത്തിയിട്ട് ഹോട്ടലുകളിലൊക്കെ കുത്തിയിട്ടാണ് കുഴക്കുക. നന്നായിട്ട് ഇങ്ങനെ കുത്തി കൈ ഇങ്ങനെ ഉള്ളിലേക്ക് പോയി എല്ലാ ഭാഗത്തേക്കും കുഴച്ചെല്ലാൻ വേണ്ടിയിട്ട്. കുറച്ചുള്ള നമ്മളിങ്ങനെ സ്ത്രീകളൊക്കെ ഇങ്ങനെ കുഴക്കുന്ന മാതിരിയല്ല. അപ്പോൾ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ടാണ് അദ്ദേഹം എണീറ്റത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്ജിനു ഫി സ്വലാത്തി യാനി യഅ്തമിദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ അജ്ന് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നബി എണീക്കുന്ന സമയത്ത് ഇങ്ങനെ മുഷ്ടി ചുരുട്ടി കുത്തിയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണീക്കാറുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകളിലായിക്കൊണ്ട് ഊന്നി എന്നും ഹദീസുണ്ട്. നമ്മൾ മുമ്പ് അത് ചർച്ച ചെയ്തിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ റക്അത്തിലേക്ക്, ഒന്നാമത്തെ റക്അത്തിൽ നിന്നും രണ്ടാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോൾ കൈകൾ നിലത്ത് ഊന്നിക്കൊണ്ട് എണീറ്റു എന്ന് ബുഖാരി ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ കൈ നിലത്ത് ഊന്നുക? കൈ നിലത്ത് ഊന്നുക സാധാരണ നിലയ്ക്ക് നമ്മൾ ഇങ്ങനെ കുത്തിയിട്ടാണ് എണീക്കുക. അപ്പോൾ ആ ഊന്നൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി കുത്തിയിട്ട് എണീറ്റ് എന്നും, അതും കൈകളിൽ ഊന്നൽ തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വരികയും ചെയ്തു. പക്ഷേ ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ ഹസനാണ് എന്ന് പറഞ്ഞു. ചില പണ്ഡിതന്മാർ അതിൽ ലഈഫുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പം ചില ഹദീസുകളെ കുറിച്ച് നമുക്കറിയാം, ഹദീസ് അത് സ്വഹീഹാണ്, അത് ലഈഫാണ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ റാവിമാരെ പഠിച്ചിട്ടാണ്. ഒരു റാവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആരാണ് ഹദീസുകൾ കേൾക്കുന്നത്? റസൂലുള്ളാഹിന്റെ സഹാബത്താണ്. റസൂലുള്ളാഹിന്റെ സഹാബികളിൽ നിന്നും ആര് കേൾക്കുന്നു? ഒരുപക്ഷെ അടുത്തൊരു സഹാബി കേൾക്കും, അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരായ താബീങ്ങളായിട്ടുള്ള ആളുകൾ കേൾക്കും, പിന്നെ അതിനുശേഷമുള്ള ആളുകൾ കേൾക്കും, പിന്നെ അതിനുശേഷമുള്ള ആ ഹദീസ് ക്രോഡീകരിക്കുന്ന പണ്ഡിതനും കേൾക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഒരു ഹദീസ് കേൾക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഉസ്താദ്, അത് കഴിഞ്ഞാൽ പിന്നെ താബീ ഉണ്ടാകും, പിന്നെ അത് കഴിഞ്ഞാൽ സഹാബി ഉണ്ടാവും, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തും. അപ്പം ഈ പരമ്പര, ഈ കണ്ണികളിലുള്ള ആളുകളെ കുറിച്ച് ഹദീസ് പണ്ഡിതന്മാർ പഠിക്കും. അപ്പോൾ അതിൽ ദുർബലരായ റായിമാരുണ്ടാവും. ഇപ്പം നബിയെയും സഹാബത്തിനെയും കുറിച്ച് ദുർബലതയില്ല, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിയും ദുർബലതയില്ല. പിന്നെ അതിന് ശേഷമുള്ള ആളുകൾ, എന്താ ഈ ദുർബലത എന്ന് പറഞ്ഞാൽ? പല നിലക്കുള്ള ദുർബലത ഉണ്ടാവും. ചിലപ്പോൾ മറവിയുള്ള ആൾക്കാരുണ്ടാവും, അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും, ജീവിതത്തിൽ കളവ് പറയുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാകാലോ, മനുഷ്യന്മാരാണ്. അപ്പോൾ അതിലൊക്കെ ദുർബലത. അപ്പോൾ ചില റാവിമാരെ കുറിച്ച് ചില ഹദീസ് പണ്ഡിതന്മാർ പറയും, അദ്ദേഹം സ്വഹീഹാണ്, അദ്ദേഹത്തിൻ്റെ ഹദീസ് സ്വീകാര്യമാണ്, അദ്ദേഹത്തിന് അങ്ങനെ മറവി ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന് മറവി ബാധിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കണ്ണ് കാണാതെയായത് അദ്ദേഹത്തിന് ഇത്ര വയസ്സ് മുതലാണ്, അതിൻ്റെ മുമ്പത്തെ ഹദീസുകൾക്ക് പ്രശ്നമില്ല, അങ്ങനെയൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ഹദീസിൻ്റെ വിഷയത്തിൽ രണ്ട് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ സ്വഹീഹാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ലഈഫാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അഥവാ ദുർബലമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അങ്ങനെയാണ് ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഫിഖ്ഹിയായ മസ്അലകളിൽ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ മദ്ഹബിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും, ഒക്കെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ രണ്ട് നിലക്കും നമുക്ക് എന്താക്കാം, സുജൂദിൽ നിന്ന് എണീക്കുന്ന സമയത്ത് ഈ കൈമുഷ്ടി ചുരുട്ടിയിട്ടും അല്ലാതെയും അതിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി ഫിത്ന ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കേണ്ടതല്ല എന്നാണ് ചുരുക്കി അതിൽ വിശദീകരിക്കാനുള്ളത്. വല്ലാഹു തആല ആലം. നിങ്ങൾ സാധാരണക്കാരായ ആളുകളാണ്, പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് അടിസ്ഥാനത്തിൽ നിങ്ങൾക്കത് സ്വീകരിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. രണ്ടും ചെയ്യാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ വിശദീകരിക്കേണ്ടത് അവസാനത്തെ അത്തഹിയാത്താണ്. ഒന്നാമത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിന്റെ പേരെന്താണ്? ഏതാണ്? ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, എല്ലാവർക്കും അറിയാം. ശരി, ഈ അവസാനത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തം ഇവിടെ കണ്ടില്ലേ? ഇവിടെ നമ്മൾ ചന്തിയൊക്കെ നിലത്ത് വെച്ചിട്ടുള്ള ഇരുത്തത്തിനാണ്, അതിനെന്താ പറയാ? തവറുക്കിന്റെ ഇരുത്തം എന്നാണ് പറയാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു ഇരുന്നത് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിന്റെ ഇതാണ്, ഈ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇത് നമ്മൾ രണ്ടിൽ കൂടുതൽ റക്അത്തുകളുള്ള നിസ്കാരത്തിലെ അവസാനത്തെ അത്തഹിയ്യാത്ത് അഥവാ ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ഉണ്ടല്ലോ, ഒന്നാമത്തെ അത്തഹിയ്യാത്ത് നമ്മൾ അത് പറഞ്ഞ സമയത്ത്, പഠിപ്പിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അഥവാ ഒരു അത്തഹിയ്യാത്തുള്ള നിസ്കാരം ഏതാണ്? സുബ്ഹി, 2 റക്അത്തുള്ള മറ്റു സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അതിൽ ഒറ്റ അത്തഹിയ്യാത്ത് ഉണ്ടാവുള്ളൂ. അവസാനത്തതും ആദ്യമായിട്ടും ഒറ്റ അത്തഹിയ്യാത്ത് ഉണ്ടാവുള്ളൂ. അതിലേത് ഇരുത്തായിരിക്കേണ്ടത്? അതിൽ മഹാഭൂരിപക്ഷം മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ഒന്നാമത്തെ അത്തഹിയ്യാത്തിന്റെ ഇരുത്താണ്, ഇരിക്കാനാണ് പറഞ്ഞത്. പണ്ഡിതന്മാരിൽ ഒരു പ്രബലമായ അഭിപ്രായം വന്ന് കാണുന്നത് അതാണ്. ഈ ഇരുത്തല്ല എന്നർത്ഥം. അപ്പൊ സുബ്ഹി, അതുപോലെ തന്നെ 1 റക്അത്തുള്ള നിസ്കാരം, നമ്മൾ വിത്ർ നിസ്കരിക്കുമല്ലോ 1 റക്അത്തായിട്ട്, അപ്പൊക്കെ. എന്നാൽ 2 അത്തഹിയ്യാത്തുകളുള്ള 2 റക്അത്ത് കഴിഞ്ഞതിന്റെ ശേഷം അഥവാ മഗ്രിബ്, അതുപോലെ തന്നെ ഇശ പോലുള്ള നിസ്കാരങ്ങൾ. ശരി, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു അത്തഹിയ്യാത്തിന് ഇരുന്നത് എന്നുള്ള ഹദീസിന്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന തന്നെയാണ്, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇടത് ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടത് ചന്തി നിലത്ത് വെച്ച് 2 കാലുകളും ഒരേ ദിശയിലേക്ക് അഥവാ വലതു ഭാഗത്തേക്ക് ആക്കിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത് എന്ന് അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഇടത് കാൽപാദം വലത് തുടയുടെയും കണങ്കാലിന്റെയും അടിയിൽ ഇതിലേക്ക് കണ്ട് നമ്മൾ ഈ രീതിയിൽ ഇരിക്കുന്നതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരുത്തം എന്ന് ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് അതിനാണ് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ ഇരിക്കാറുള്ളത്. ഈ 2 രീതിയിലും തവറുക്കിന്റെ ഇരുത്തം വന്നത് കാണാൻ സാധിക്കും. ഇതാണ് ഏറ്റവും പ്രബലമായിട്ടും ഏറ്റവും കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അങ്ങനെയും ഇരിക്കുന്നതായിട്ട് ഹദീസുകളിൽ നമുക്ക് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആ രീതിയിലും ഇപ്പം ഈ രീതിയുടെ പ്രത്യേകത ഇതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും ഇരിക്കേണ്ടതുമായ കാലിൻ്റെ വിരലുകൾ മടക്കി വെച്ച് പള്ളഭാഗം ശരിക്കും നിലത്ത് തട്ടുന്ന രീതിയിൽ, എന്നിട്ട് കിബിലക്ക് നേരെയായി വിരലുകൾ ആവുന്ന രീതിയിലാണ് ഉള്ളത്. ആ രീതിയിൽ മടക്കി വെക്കാൻ ശ്രമിച്ച് അതിൻ്റെ പൂർണ്ണത നേടാൻ നമുക്കൊക്കെ സാധിക്കും. പക്ഷെ പല ആളുകളും പല കോലത്തിൽ വെക്കുന്നതൊക്കെ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ വെക്കുന്ന ആൾക്കാർ കാണാൻ സാധിക്കും. ഈ കോലത്തിൽ പല രീതിയിലും. പിന്നെ ഒരു പൂർണ്ണമായിട്ടുള്ള നമസ്കാരം ആകണമെങ്കിൽ അതെന്തായിരിക്കണം? അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, ഈ ഇരുത്തം ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നിപ്പോൾ ഇതിന്ന് മനസ്സിലായി. ഈ ഇരുത്തം എപ്പോൾ പറ്റും? 2 സുജൂദുകൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ ആ ഇരുത്തത്തിന്റെ പേരെന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 2 കാലുകളും നാട്ടി വെച്ചുകൊണ്ട് ഈ ഇരുത്തത്തിന്റെ പേര് ഇഖ്ആ എന്നാണ്. ആ ഇരുത്തത്തിന്റെ പേര് ഇടയിലിരുത്തം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്നിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഹദീസിൽ നമ്മളത് ഇടയിലിരുത്തം വിശദീകരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഇടയിലിരുത്തം എങ്ങനെ ഇരിക്കല്? ഇഫ്തിറാഷിന്റെ ഇരുത്താണ് ഇരിക്കാറുള്ളത്. ശരി, അത്തഹിയ്യാത്തിലെ പ്രാർത്ഥനകൾ നമുക്കറിയാം. അവസാനത്തെ അത്തഹിയ്യാത്താണ് നമ്മൾ പറയണത്. ഒന്നാമത്തെ അത്തഹിയ്യാത്തിനെ പോലെ തന്നെ അത്തഹിയ്യാത്ത് ചൊല്ലുന്നു. അതിനുശേഷം എന്തെയ്യുന്നു? സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ അവസാനിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ സുന്നത്തായിട്ടുള്ള പ്രാർത്ഥനകളാണ്. പക്ഷെ വളരെ പ്രബലമായിട്ടുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഇത്. ചൊല്ലാറുണ്ടോ നമ്മൾ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യ വമമാതി
വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണിത്. എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഏതെല്ലാം ഫിത്നകൾ നമ്മളെ ബാധിക്കുമോ ഇതിലപ്പുറം ഒരു ഫിത്ന മനുഷ്യന് ബാധിക്കാനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ, നരകശിക്ഷയിൽ നിന്നും പടച്ചോനെ ഞാൻ നിന്നോട്, നമ്മളെല്ലാവരും ഒക്കിന അദാബന്നാർ, നമ്മളെല്ലാവരുടെയും പേടി സ്വപ്നമായ ഒരിക്കലും ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാത്ത നരകശിക്ഷയാണിത്. എന്താ അത്തഹിയാത്തിന്റെ പ്രത്യേകത? എന്താ അത്തഹിയാത്തിന്റെ പ്രത്യേകത? നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ഇജാബത്ത് കിട്ടുന്ന, അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു സമയം ഏതാണ്, സ്ഥലം ഏതാണ്? അത്തഹിയാത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖമിനുൻ അൻ യുസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ല സമയം സന്ദർഭം ഏതാ? അത്തഹിയാത്താണ്. അതേപോലെ തന്നെ സുജൂദുമാണ്. അപ്പൊ നിസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കൂല. ചില പണ്ഡിതന്മാർ പറഞ്ഞ നിസ്കാരത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ദിക്ർ എല്ലാന്നുള്ളതാ, പ്രാർത്ഥിക്കാനുള്ള എല്ലാന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ നമ്മൾ ഒറ്റക്കൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ അത്തഹിയാത്തിൽ എത്രയും നീട്ടി നിസ്കരിക്കാം. നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പടച്ചവനോട് ചോദിക്കാനുണ്ടോ അത് നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കണ സമയമാണെങ്കിൽ അത് ഒറ്റക്ക് നമ്മൾ ഫർള് നിസ്കരിക്കും, സ്ത്രീകൾ പ്രത്യേകിച്ചും. ഈ ഫർളിലും എത്രയും പ്രാർത്ഥിക്കുക, എത്രയും നീട്ടി പ്രാർത്ഥിക്കുക, എത്രയും നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്. ഏത് പ്രാർത്ഥനയും നമുക്ക് പ്രാർത്ഥിക്കാം, ഫർളിലും പ്രാർത്ഥിക്കാം, സുന്നത്തിലും പ്രാർത്ഥിക്കാം. പക്ഷെ ഇമാമിയങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കണം. ഇമാമ് എന്തായിരിക്കണം? ഒരു മിതമായ നിസ്കാരേ പറ്റുള്ളൂ. അത് ഇമാമിങ്ങളോടുള്ള കൽപ്പനയാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അദാബ് ജഹന്നം ഒന്ന്, അദാബുൽ ഖബർ ഒരു മനുഷ്യന് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത രണ്ട് പരീക്ഷണങ്ങളാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുമായിരുന്നു എന്നാ. ഖബറിനേക്കാൾ ഭീകരമായ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് എത്തിയാൽ റസൂലുള്ളാഹി പറയും, ഈ ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടിക്കോളി. അപ്പൊ ഏറ്റവും പ്രധാനം നരകശിക്ഷ, പിന്നെ ഖബർ ശിക്ഷ, രണ്ടും പറഞ്ഞു. വമിൻ ഫിത്നത്തിൽ മഹ്യ, എന്താ ഹയാത്ത് എന്ന് പറഞ്ഞാൽ? ജീവിതം. നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിലാണുള്ളത്. നാളെ നമ്മൾ ബർസഖിലാണ്. ഇന്നിപ്പോൾ നമ്മൾ ജീവിത കാലഘട്ടത്തിൽ മനുഷ്യന് വരുന്ന എല്ലാ ഫിത്നകളും, അത് നമ്മുടെ മതത്തെ ബാധിക്കുന്ന, ദുനിയാവിനെ ബാധിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന എല്ലാ ഫിത്നകളും പെട്ടു. ഇതാരാണ് ഇതിൽ നിന്നും രക്ഷ തേടാൻ ആഗ്രഹിക്കാത്തത്? മൂന്നാമത്തെ ഞാൻ പറയണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. ഇത് നമ്മുടെ മനസ്സും ഇതും എത്രത്തോളം ബന്ധമുണ്ട്. നമ്മളെ ചുണ്ടനങ്ങുന്നുണ്ട്, നാവനങ്ങുന്നുണ്ട്. പക്ഷെ എത്രത്തോളം പ്രിയമുള്ള സഹോദരിമാരെ, ഇത് റൂഹോടുകൂടി കൽബിൽ തട്ടി പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യ വമമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, അല്ലെങ്കിൽ വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ. നോക്കൂ, ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ, ഉൽ മമാത്ത്, മരണത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണം, മരണസമയത്തുണ്ടാകുന്ന പരീക്ഷണം വളരെ ഭീകരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശൈത്താൻ ഏറ്റവും കൂടുതൽ മുവഹിദുകളെ പഴപ്പിക്കാൻ വരുന്ന സമയമാണ് ഇത്, സക്രാത്തുൽ മൗത്തിന്റെ സമയത്ത്. അപ്പൊ മരണത്തിന് ശേഷവുമാകാം, മരണത്തിലുള്ള പരീക്ഷണവുമാകാം. മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ ബേജാറാകേണ്ട സംഗതിയാണിത്. അത് കഴിഞ്ഞാൽ ഒമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. മസീഹിദ് ദജ്ജാൽ എന്ത്? മസീഹിദ് ദജ്ജാലിന്റെ ഫിത്ന നമ്മളെ ബാധിക്കണ്ടോ? മസീഹിദ് ദജ്ജാലിന്റെ ഫിത്ന ബാധിക്കണ്ടോ? നമ്മൾ വിചാരിക്കും നമ്മളെ ബാധിക്കുമോ, നമുക്കറിയില്ല. ഏതായാലും റസൂലുള്ളാഹിനെയും സഹാബത്തിനെയും ബാധിക്കൂല, ബാധിച്ചിട്ട്. പക്ഷെ ഓലും പ്രാർത്ഥിച്ചതാണിത്. മസീഹിദ് ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ അത്രക്ക് ഭീകരമായ ഫിത്നയാണ്. മസീഹിദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മസീഹിദ് ദജ്ജാലിനെ കുറിച്ച് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ അനുയായികളെ പഠിപ്പിച്ചിരുന്നു എന്നാ. എന്തിനാ പഠിപ്പിക്കണേ? നൂഹ് നബി എന്തിനാ മസീഹിദ് ദജ്ജാലിനെ കുറിച്ച് പഠിപ്പിക്കണേ? നൂഹ് നബിന്റെ കാലത്ത് വരുമോ? എന്തിനാ സാലിഹ് നബി പഠിപ്പിക്കണേ? ഹദീസിൽ കാണാൻ സാധിക്കും, എല്ലാ പ്രവാചകന്മാരും മസീഹിദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടാൻ, അതിന്റെ ഫിത്ന അവരുടെ സഹാബികളെ പഠിപ്പിച്ചിരുന്നു എന്നാണ്. അപ്പൊ
അത്രക്ക് വലിയ ഫിത്നയാണ് മസീഹ് ദജ്ജാലിന്റെ ഫിത്ന. ഹദീസ് വിശദീകരിക്കണില്ല, ഒരുപാട് ഹദീസുകൾ. ഭീകരമായ ഫിത്നയാണ് മസീഹ് ദജ്ജാലിന്റെ ഫിത്ന. അപ്പോൾ ഈ കാര്യങ്ങൾ 1, 2, 3, 4, 5 കാര്യങ്ങളിൽ നിന്നുള്ള ശരണതേട്ടമാണ് ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് പറഞ്ഞ സമയമാണ് ഈ അത്തഹിയാത്ത്. അതൊരു പ്രാർത്ഥനയാണ്, പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ. ഇസ്തിഗ്ഫാറാണത്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ ഫലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വറഹ്മനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്തിഗ്ഫാറാണ്. വല്ലാത്ത ഒരു ഇസ്തിഗ്ഫാറിന്റെ തേട്ടമാണ്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വറഹ്മനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. മറ്റൊരു പ്രാർത്ഥനയാണത്. ശരി, ഇതൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ ഏറ്റവും നന്നായി. പിന്നെ നമുക്കൊക്കെ അറിയുന്ന ഒരു പ്രാർത്ഥനയാണ്, ഇതും ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു തുടങ്ങിയ ഏറ്റവും പ്രാർത്ഥന. ഇതൊക്കെ നമുക്ക് അറിയാം. ഇതൊക്കെ നമ്മൾ അർത്ഥത്തോടുകൂടി മനസ്സിൽ അതിൻ്റെ റൂഹ് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഏതായിരുന്നാലും ഇതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കണം. ഇത് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുക. അർത്ഥം ഈ ഒരു നിസ്കാരത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പങ്കെടുത്തിട്ട് നമ്മളെ നിസ്കാരത്തിനൊരു മാറ്റം ഇല്ലെങ്കിൽ പിന്നെ ഈ ഇരുത്തൊക്കെ വെറുതെയാണ്. അർത്ഥം മനസ്സിലാക്കുക. നിങ്ങൾക്ക് നമ്മൾ എത്ര കാലമായി 10, 60, 50, 40 വർഷമായിട്ട് നിസ്കരിച്ചിട്ട് എന്താണ് ഈ പറയുന്നത് പടച്ചവനോട്? അടിമയും ഉടമയും തമ്മിലുള്ള മുനാജാത്താണ്, അഭിമുഖ സംഭാഷണ നിസ്കാരം എന്ന് പറഞ്ഞാൽ. നമ്മളെന്തെല്ലാമോ ഇങ്ങനെ അതരവ്യായാമം നടത്തുക എന്നല്ലാതെ എന്താ ഈ പറയണമെന്ന് അറിയാത്തൊരു നിസ്കാരം ഇനി നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ നിസ്കരിച്ചുള്ള മെച്ചെന്താ? നിസ്കാരത്തിന് എന്തുണ്ടാവും? ജീവനുണ്ടാവും. മറ്റേ ശ്രദ്ധ ഇല്ല, അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒഴുകി പോവുകയാണ്. ഈ അവസ്ഥ നമ്മുടെ നിസ്കാരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ഇതൊരു ചെറിയ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു ഹദീസ് വന്നിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. നമ്മൾ കേട്ട സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബിയാണ്. റസൂലുള്ളാഹി മുആദിനോട് പറഞ്ഞു, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക. മുആദേ, നിന്നെ എനിക്ക് ഇഷ്ടമാണ്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, ഒരാളെ ഇഷ്ടമാണെങ്കിൽ പറയണം എന്നാണ്. ഒരാളെ ഇഷ്ടമാണെങ്കിൽ അത് താങ്കളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയണം. ഭാര്യയോട് പറയണം, ഭർത്താവിനോട് പറയണം. മനസ്സിലിങ്ങനെ ഇഷ്ടം കൊണ്ടുവന്നിട്ട് പുറത്ത് മൂരാച്ചിയായാൽ പോരാ. ചില ഭർത്താക്കന്മാരെങ്ങനെയാണ്, മനസ്സിൽ ഭയങ്കര ഇഷ്ടം ഉണ്ടാവും, പുറത്ത് മൂരാച്ചിത്തര കാണിക്കുള്ളൂ. ഭാര്യ കണ്ട് പോയപ്പോഴാണ് ഇത്ര കാലം ഓളോട് ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് പിന്നെ കബറിങ്ങ് പോയി പ്രകടിപ്പിക്കാൻ പറ്റൂലല്ലോ. ചില ബാപ്പാര് മക്കളോട്, ഉമ്മാര് മക്കളോട് ഇഷ്ടമാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കൂല. ഇപ്പോഴത്തെ തലമുറ ഇല്ല, ഇപ്പൊ തലയിൽ കയറുന്ന അവസ്ഥയിലെത്തിയ മക്കൾ, വേറെ വിഷയം. പക്ഷെ ഞാൻ പറയണത് എന്താ വെച്ചാൽ, പണ്ടൊക്കെ അങ്ങനെ കൂടുതലുണ്ടായിരുന്നു, ഇഷ്ടമുണ്ട് പക്ഷെ അത് പറയില്ല. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് ഓലില്ലാഞ്ഞാൽ നടക്കൂല, പക്ഷെ ഓലുണ്ടെങ്കിൽ കീരിമ്പാമ്പോന്ന് വിചാരിക്കുക. അത്ര പ്രശ്നമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ള മുആദിനോട് പറഞ്ഞു, മുആദ്, യാ മുആദ്, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക 2 പ്രാവശ്യം പറഞ്ഞു. ഫഖാല, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസിക യാ മുആദ്, മുആദ്, നിനക്ക് ഞാനൊരു വസിയ്യത്ത് തരാണ്. ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സലാത്തിൻ തഖൂൽ, ഒരു നിസ്കാരത്തിന്റെ അവസാനത്തിൽ നീ പറയാതെ വിട്ടുപോകരുത്. എന്ത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദത്തിക എന്നുള്ള ദുആ ഒരു നിസ്കാരത്തിലും നീ വിടാതെ ചൊല്ലണം കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, എന്താ അർത്ഥം? പടച്ചോനെ, നിന്നെ ദിക്ർ ചൊല്ലാൻ, നിന്നെ ഓർക്കാൻ, നിന്നെ ഓർക്കുന്നൊരു കൽബുണ്ടാകാൻ, ഏത് സമയത്തും നിന്റെ ഓർമ്മയിൽ ജീവിക്കാൻ. ദിക്ർ അല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലൽ മാത്രമാണോ? അല്ല. അള്ളാഹിനെ കുറിച്ച് പറയൽ ദിക്റാണ്. അള്ളാഹിനെ കുറിച്ച് ഓർക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കുക, ഖുർആൻ ഓതുക, ഒക്കെ ദിക്റാണ്.
അതുകൊണ്ട് ഇതിനെന്ത് വേണം? അള്ളാഹുവിൻ്റെ സഹായം കിട്ടണം. ഇതൊരു തൗഫീഖാണല്ലോ. അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏത് സമയത്തും അള്ളാഹ് പ്രാർത്ഥിക്കും. ഡ്രസ്സ് ഇടുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, പള്ളിയിൽ കയറുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, ഒളുവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന ഉണ്ട്. ഇത് മറക്കണല്ലോ. മറന്നിട്ട് എത്രയാണ് മനുഷ്യന്മാർ കൂലി കളയണത്. ചെരുപ്പിടുമ്പോൾ അവിടെ ഒരു സുന്നത്തുണ്ട്. അത് അള്ളാഹിനെ ഓർമ്മയുള്ള ആളുകൾക്ക് ഉണ്ടാവും. ഏത് കാലം കൊണ്ട് ചെരുപ്പിടണം, ഏത് കാലം കൊണ്ട് ചെരുപ്പ് അഴിച്ചു വെക്കണം, ഏത് കാലം വെച്ച് കയറണം, അതൊക്കെ അള്ളാഹിനെ ഓർക്കാണ്. അതൊക്കെ ഇതിൽപ്പെട്ടു. അതൊരു ആർക്കാ ഓർക്കാൻ കഴിയണത്? നമുക്കറിയാത്തോണ്ടല്ലോ. പക്ഷെ വരുന്നില്ല, ഓർക്കണില്ല. ഒളുവിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലിയ ആൾക്ക് 8 കവാടവും തുറക്കപ്പെടും. പക്ഷെ നമ്മൾ എത്ര ഓതു എടുത്തു? പലപ്പോഴും മറന്നു പോവുകയാണ്. ശരി, ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ഓർക്കാൻ പടച്ചോനെ ഈ എന്നെ സഹായിക്കണം, നിന്നെ നന്ദി കാണിക്കാൻ നിന്റെ സഹായം വേണം. ഓ ഹുസ്നി ഇബാദത്തിക്ക്, നല്ല ഇബാദത്തെടുക്കാൻ നീ എന്നെ സഹായിക്കണം. അള്ളാഹിന്റെ സഹായം ഇല്ലെങ്കിൽ നടക്കൂല. അള്ളാഹിന്റെ സഹായം ഇല്ലെങ്കിൽ നടക്കൂല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു, അല്ലേ? ആണല്ലോ. ഇയ്യാക നഅ്ബുദു എന്നുള്ളത് തന്നെ അല്ലേ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ? ഇസ്തിയാനത്ത് എന്താ അർത്ഥം? സഹായതേട്ടം, സഹായ അഭ്യർത്ഥന, അല്ലേ? ഈ സഹായ അഭ്യർത്ഥന എന്നുള്ള ഇബാദത്തല്ലേ? അല്ലേ? അല്ലേ? സഹായ അഭ്യർത്ഥന എന്ന് പറഞ്ഞ ഇബാദത്തല്ലേ? അത് ഏയിലുണ്ട്, ഇയ്യാക നഅ്ബുദുലില്ലേ? ഇയ്യാക നഅ്ബുദുൽ അതില്ലേ? അപ്പൊ എന്താ ഈ പറയണത്? ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു എന്നല്ലേ ഈ പറഞ്ഞത്? ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നല്ലേ ഇപ്പൊ അതിന്റെ അർത്ഥം? എന്തിനാ അത് പറഞ്ഞത്? പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതല്ല അതിന്റെ അർത്ഥം. പടച്ചോനെ നിന്നെ ആരാധിക്കാൻ നിന്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് ഇയ്യാക നസ്തഈൻ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കണം റബ്ബേ. എന്തിനെ? നിന്നെ മാത്രം ആരാധിച്ച് നിന്റെ അടിമയായി ജീവിക്കാൻ, നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ നിന്റെ തൗഫീക്ക് വേണം. ഇല്ലെങ്കിൽ അത് കിട്ടൂല. അതാണ് ആ പറയുന്നതിന്റെ അർത്ഥം എന്നാണ് ശൈഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ സഹായമില്ലാതെ അള്ളാഹിനെ ഓർത്ത് ജീവിക്കാനും ശുക്ർ ചെയ്ത് ജീവിക്കാനും നല്ലൊരു ആബിദാകാനും കഴിയണമെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ആവശ്യമാണ് എന്നാണ് പറഞ്ഞത്. ശരി, അപ്പൊ ഇതും വളരെ പ്രധാനപ്പെട്ട ഏത് സഹാബിയാണ് പഠിപ്പിച്ചത്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഇനി സലാം വീട്ടലാണ്. എന്താണ് സലാം വീട്ടുന്നത്? നമുക്ക് അറിയുന്ന കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2-3 രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു രീതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, വലത്തോട്ട് വബറകാതുഹു പറഞ്ഞിട്ട് ഇവിടെ ഇടത്തോട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ രീതി കാണാൻ സാധിക്കും. ഏതായിരുന്നാലും വ്യത്യസ്ത രീതിയിൽ സലാം വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സലാം വീട്ടുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ചില ആൾക്കാർ സലാം വീട്ടുമ്പോൾ എന്താണ് പണ്ഡിതന്മാർ അതിൽ പറഞ്ഞത്? ബാക്കിലിരിക്കുന്ന ഒരാൾക്ക് നമ്മളെ കവിള് കാണണം. കവിള് നന്നായിട്ട് അങ്ങോട്ട് പോകണം. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അല്ല, ശരിക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരിക്ക് കവിള്, നമ്മളെ ബാക്കിലിരിക്കുന്ന ആൾക്ക് നമ്മളെ കവിള് കാണണം. പിന്നെ ആൾക്കാരുണ്ട് ഇങ്ങോട്ട് ഒരു താത്തല്, ഒരു കുരിശ് വരക്കല്, കണ്ടില്ല നിങ്ങൾ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും. ആ കുരിശ് വരക്കൽ ഏതായാലും ഇല്ല, താത്തല് ഇവിടെ കാണിച്ചതാണ്, പാടില്ല എന്നുള്ള നിലക്ക്. അപ്പോൾ ശരിക്കും നമ്മുടെ കവിള് ഇങ്ങോട്ട് വരണം, ഇടത്തെ ഭാഗത്തേക്കും കവിള് വരണം. താത്തൻ്റെ ആവശ്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം വീട്ടുക എന്നുള്ള. ചില ആൾക്കാർ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം, ഒരു കൈ ഇങ്ങോട്ടൊരു ഒരു കൈ വിടൽ. നിങ്ങൾ ശ്രദ്ധിച്ചുകണോ അറിയില്ല, കണ്ടണ? ഒരു കൈച്ചിലായി എന്ന് വിചാരിച്ചിട്ട് ഒരു കൊടയിലുണ്ട്. അപ്പം അതൊക്കെ ധൃതി കാണിക്കുമ്പോഴുള്ളതാണ്, അതൊക്കെ ഒഴിവാക്കുക. ശരി, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നിസ്കാരത്തിൽ നോക്കേണ്ടത് എവിടുക്കാന്നുള്ള നമ്മൾ പറഞ്ഞിരുന്നു. നിസ്കാരത്തിൽ എല്ലാ സമയത്തും നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥാനത്തേക്കാണ്. അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ വിരലിലേക്കാണ് നോക്കേണ്ടത്. ശരി, ഇനി കുറച്ച് മസലകളാണ്, നമ്മൾ കൂടുതൽ വിശദീകരിക്കണില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ചില ആൾക്കാരുടെ നിസ്കാരത്തിൽ ചില ആളുകൾക്ക് വരുന്ന അബദ്ധങ്ങളാണ്. കണ്ണടച്ച് നിസ്കരിക്കുക ഭക്തി ഇട്ടാൻ വേണ്ടി. പറ്റുമോ? പറ്റൂല. കണ്ണടച്ച് നിസ്കരിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ ചില ആൾക്കാർ, നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞാണ്,
ചൊല്ലിപ്പറയാതെ നിസ്കരിക്കുക. ചുണ്ടനക്കി ചൊല്ലിപ്പറഞ്ഞ് നിസ്കരിക്കണം. മനസ്സിൽ നിസ്കരിക്കൽ പറ്റൂല. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ എങ്ങനെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് അതുപോലെ നിസ്കരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമുക്കറിയാം ജമാഅത്തായി നിസ്കരിക്കുന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 25 ഇരട്ടി 27 ഇരട്ടി എന്നൊക്കെ പറഞ്ഞു അല്ലേ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സംഗതിയാണെന്ത്, നിസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്കാരൊരു തോണ്ടി നിസ്കാരം. ഏറ്റവും നല്ലത് എന്താ? നിസ്കരിക്കാൻ 2 ആൾക്കാരോ 2-ൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഓലൊരു ജമാഅത്തായി നിസ്കരിക്കുകയാണ് ഒന്ന് നല്ലത്. മനസ്സിലാകുന്നുണ്ടല്ലോ പറഞ്ഞേ? അല്ലെങ്കിൽ നിസ്കരിച്ച് കഴിഞ്ഞ ഒരാളെ ഇമാമ് നിർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇദ്ദേഹത്തിന് ഒരാളെ ഇമാമ് നിസ്കരിച്ച് കഴിഞ്ഞ ആളാണ്, നമ്മളിപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ചിരിക്കുകയാണ്, അപ്പം നിങ്ങൾ കുറച്ച് ആൾക്കാർ വന്നു, ഓൽക്ക് ഞാൻ ഇമാമെന്ന് കൊടുക്കുക, ഞാൻ നിസ്കരിച്ച ആളാണ്, ഞാൻ അവിടെ മഅ്മൂമായി നിസ്കരിച്ച ആളാണ്. അതാണ് ഏറ്റവും നല്ല മറ്റൊരു രീതി. ഇനി ഒരാൾ കൂടെ ചേരുണ്ടെങ്കിൽ തന്നെ അടുത്ത് പോയി നിന്നാൽ മതി. അടുത്ത് പോയിട്ട് നിന്നാൽ മതി. ഒരു നിസ്കരിക്കുന്ന അടുത്ത് വലത് ഭാഗത്ത് പോയിട്ട് അടുത്ത് പോയിട്ട് നിൽക്കുക, ഇറങ്ങി നിൽക്കണ്ടെന്നർത്ഥം. പിന്നെ മദ്ഹബിലെ ചർച്ചകളാണ് ഇറങ്ങി നിൽക്കലൊക്കെ. മറ്റൊരാൾ വന്നാൽ ഇടത്തെ ഭാഗത്ത് വന്ന് നിൽക്കുക, 2 ആൾ കൂടി ബാക്കൊക്കെ പോവുക. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി. ചില ആൾക്കാരുണ്ട് മറ്റൊരാളുടെ വലിക്കും, കണ്ടിട്ടില്ലേ? ഇറങ്ങി നിൽക്കണം, നേരെ വന്ന് നിൽക്കുക എന്നുള്ളതാണ് ഹദീസിൽ കണ്ടിട്ടുള്ള ഒരിത്. കുറച്ച് ഇറങ്ങിക്കണുണ്ട്, കുറച്ച് ഇറങ്ങിക്കണുണ്ട്, നല്ലോണം ഇറങ്ങിക്കണുണ്ട്, അങ്ങനെയൊക്കെ കാണാം. നിസ്കാരം ബാത്തിലാവൂല. ജമാഅത്ത് അല്ല, തോണ്ടി നിസ്കരിക്കുന്നത് ഒറ്റക്ക് നിസ്കരിക്കണ ഒരാളെടുത്ത് വന്ന് നിസ്കരിക്കണാണ് ഇപ്പത്. അതിപ്പോ തോണ്ടെന്ന് പറഞ്ഞ ഇഷാറത്താക്കാനാണ് ഇപ്പൊ ആ തോണ്ടുന്നത്. അപ്പോ അല്ലാഹു അലം കിട്ടുന്നാണ് മനസ്സിലാക്കണത്. അതൊക്കെ ചർച്ചകളുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഔദ്യോഗിക ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ളതുണ്ട്. പക്ഷെ പ്രബലമായ അഭിപ്രായം പറ്റും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്ത് ഒരാൾ നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് ജമാഅത്തായിട്ടുള്ള നിസ്കാരമാണ് എന്നൊക്കെ. പിന്നെ പല അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ കാണാം. ഇതാണ് അതിൽ സ്വഹീഹായിട്ടുള്ള കൂടുതൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം. ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളിപ്പോൾ നിസ്കാരത്തിൻ്റെ രൂപം ഇതൊക്കെ ഇപ്പോൾ നമുക്ക് അറിയണതാണ്. ചില കുറച്ച് കാര്യങ്ങൾ പുതുതായി നമ്മൾ അറിഞ്ഞതുണ്ടാവും. അറിഞ്ഞ കാര്യങ്ങൾ തന്നെ ഇപ്പം നമ്മൾ ഓർമ്മ പുതുക്കി ഒരു 4-5 ക്ലാസ്സുകളിലൂടെ. ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇതൊക്കെ ഇപ്പം നമ്മൾ ഏറെക്കുറെ നമ്മൾ ഈ സിഫാത്തുകളും ഇതിൻ്റെ രൂപങ്ങളൊക്കെ ശരിയാക്കണമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നിസ്കാരത്തിൽ പഠിക്കറ്റുന്ന സംഗതി എന്താ എന്ന് പറഞ്ഞാട്ടെ? ഖുശൂ ഇല്ല എന്നുള്ളതാണ്. എത്ര സിഫാത്തും എത്ര നിസ്കാരത്തിൻ്റെ രൂപം റെഡിയാക്കിയിട്ടും ഖുശൂ ഇല്ലെങ്കിൽ എന്താ കാര്യം? നിസ്കാരത്തിൽ 2 ഇൽത്തിഫാത്ത് ഉണ്ട്. നിസ്കാരത്തിൽ 2 ഇൽത്തിഫാത്തുകളുണ്ട്. എന്താ ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞാൽ? ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അതിലുള്ള കാര്യമല്ല പറയണത്. നിസ്കാരത്തിൽ ഇൽത്തിഫാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇൽത്തിഫാത്ത് പറഞ്ഞാൽ തിരിഞ്ഞു പോകുന്ന അർത്ഥം. നിസ്കാരത്തിൽ 2 തരം തിരിയലുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞു. അത് എൻ്റെ ഒരു ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, നമ്മുടെ തലയും കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക, നമ്മുടെ ഹൃദയം തിരിക്കുക, നമ്മൾ ശരിക്കും കിബിലൻ്റെ ഭാഗത്തുനിന്ന് മാറിപ്പോവുക. കിബിലൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ഇങ്ങോട്ട് നോക്കുക. ചെറുതായി കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ നിസ്കാരത്തെ ബാധിക്കില്ല. പക്ഷെ പാടില്ല. ഒരാളായിക്കൂടി പോകുമ്പോൾ അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, തല തിരിച്ചു നോക്കുക, അതൊക്കെ നിസ്കാരത്തെ ബാധിക്കും. പറ്റേ നിസ്കാരത്തിൻ്റെ നമ്മളെ കിബിലിൻ്റെ ഭാഗത്തുനിന്ന് ബോഡി ചെരിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യാത്ത സംഗതികളാണ്. ഇതൊന്നും നമുക്ക് ഈ പറയപ്പെട്ട ഇൽത്തിഫാത്തൊന്നും സാധാരണ നിലക്ക് ഉണ്ടാവില്ല. ശ്രദ്ധിക്കണ ഒരാൾ എന്നുള്ള നിലക്ക് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ആൾ എന്നുള്ള നിലക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ പിടികൂടുന്ന പ്രശ്നം എന്താ? ഇൽത്തിഫാത്തുൽ കൽബാണ്. കൽബ് ഇവിടെ ഇല്ല. കൽബ് എവിടുക്കോ പോയിക്കണ് അല്ലേ? കൽബ് ഇവിടെ ഇല്ല സഹോദരിമാരെ. കൽബ് എവിടെ? കൽബ് പോയ കല്യാണപ്പരയിലേക്കാരം. കൽബ് ആ പുതിയണ്ണിനെ കണ്ടതേക്കാരം.
അല്ലെങ്കിൽ മറ്റൊരാളോട് രണ്ട് വർത്താനം പറഞ്ഞ സമയത്ത്, രണ്ടാളും തമ്മിൽ വർത്താനം ഉണ്ടായി അടി കൂടിയ സമയത്ത്, വാക്കർച്ചിലുണ്ടായ സമയത്ത് അപ്പ പറയാനുള്ള പോയിന്റ് ഒന്നും അപ്പ കിട്ടിയിട്ടില്ല, നിസ്കാരത്തിലെ കിട്ടുക. ഓളോട് 4 വർത്താനം അതും കൂടി പറയായിരുന്നു, പോയിന്റ് വേറെ കിട്ടൽ എവിടെ നിന്നാണ്? മറന്നു പോയതൊക്കെ ഓർമ്മ വരും. അതെങ്ങനെയാണ്? ശൈത്താൻ ലഅനഹുല്ലാഹ്, ആ വലിയ സൂത്രശാലിയാണ്. ദുർബലമാണ് അവന്റെ സൂത്രം. ഖുർആൻ ഓതാൻ ഇരുന്ന് നോക്കി നിങ്ങൾ, 4 കോട്ടുവോ ഒന്നായിട്ടാണ്ട് വരും. പിന്നെ ഓർമ്മ ഉള്ള കാര്യങ്ങൾ അപ്പം ഇങ്ങോട്ട് ഓർമ്മാവും, ഓർമ്മയില്ലാത്ത സംഗതികളൊക്കെ അപ്പം ഇങ്ങോട്ട് ഓർമ്മാവും. ആ ഓർമ്മയാണ് സംഗതി. അപ്പം വളരെ പ്രധാനപ്പെട്ട നമ്മൾ മറന്ന സാധനീകാരം. അപ്പം അതിനെ മറച്ചു വെച്ചിട്ട് ഒരു മെസ്സേജ് അതിന് റിപ്ലൈ കൊടുക്കണം, അത് ചെയ്യണം. അതോടുകൂടി ആ ഓത്ത് അവിടെ കിടന്നു. നിസ്കാരത്തിൽ പിന്നെ നമുക്ക് മൊബൈൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഓത്ത് അവിടെ മുറിച്ചിട്ട് നമ്മൾ പിന്നെ ഓത്തൊക്കെ തിരിച്ചു വരൂല. ഒരു 4 പേജ് ഒരു 10 പേജ് ഒറ്റയടിക്ക് ഇരുന്ന് ഓതാൻ പറ്റണില്ല. ഞാൻ അവരുടെ വലതു ഭാഗത്തിലൂടെയും ഇടതു ഭാഗത്തിലൂടെയും മുമ്പിലൂടെയും പിന്നിലൂടെയും എല്ലാ ഭാഗത്തിലൂടെയും ഞാൻ എന്നെ സമീപിക്കും. ഇതിൽ കൂടെ ഒന്ന് നോക്കും, ഇതിൽ കൂടെ ഒന്ന് നോക്കും. പറ്റണില്ല പറഞ്ഞാൽ ഇതിൽ കൂടെ ഒന്ന് നോക്കും, പറ്റണില്ല മുമ്പ് കൂടെ ഒന്ന് നോക്കും. നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിനക്ക് നന്ദി കാണിക്കുന്നവരായിട്ട് മഹാഭൂരിപക്ഷം പേരെയും നിനക്ക് കാണാൻ പറ്റൂല എന്നാ പറഞ്ഞു. അപ്പൊ നമ്മളെ ഈ ക്ലാസിന്റെ ഏറ്റവും വലിയ സത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയ സാന്നിധ്യമാണ്. സിഫാത്തുകൾ അതിന്റെ രൂപത്തിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു പ്രത്യേകതയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരാള് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നിസ്കരിക്കാം, ഇരുന്നിസ്കരിക്കാൻ വീട്ടിൽ കിടന്നിസ്കരിക്കാം. ചെരിഞ്ഞേ കിടക്കാൻ പറ്റുള്ളൂ, ചെരിഞ്ഞും കിടക്കാം. ഒരാൾ ഇരിക്കണ സ്ഥലത്ത് നിൽക്കാൻ പറ്റും, ട്രെയിനിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിലാണ്, തല ഇങ്ങനെ കുനിഞ്ഞിരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ നിസ്കരിച്ചൂടെ? നിസ്കരിക്കാം. യുദ്ധസമയത്താണ്, നടന്നും ചാടിയും നിസ്കരിക്കാം. അപ്പൊക്കെ ആ നിസ്കാരത്തിന്റെ കോലല്ല, എന്തുണ്ട്? കൽബുണ്ട്. എന്നിട്ട് നമുക്ക് ശരിയാവണ്ണം നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് നമ്മൾ നിന്നിട്ട് കൽബിൽ നിസ്കാരമില്ലാതെ, കൽബിൽ അല്ലല്ലാതെ, ഓ അഖിമിസ് സ്വലാത്തൽ ദിക്രി, എന്നെ ഓർക്കാനാണ് നിസ്കരിക്കേണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഏറെ പേടിക്കേണ്ടതും ഗൗരവമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കരിക്കുന്നവന്റെ നമസ്കാരത്തെ ശൈത്താൻ റാഞ്ചി കൊണ്ടുപോവുകയാണ്. നിസ്കാരത്തിലേക്കാണ്ട് വന്നു, പിന്നെ ഇങ്ങനെ യാന്ത്രികമായി നിസ്കരിക്കുകയാണ്. എന്താ പറയണത്, എന്താണ് ചെയ്യണത് എന്ന് മനസ്സിന് യാതൊരു റോളും ഇല്ലാത്ത നിസ്കാരം. എന്താ നിസ്കാരം എന്ന് പറഞ്ഞാൽ? നിസ്കാരം എന്ന് പറഞ്ഞാൽ ദുആയാണ്, ദുആ ചെയ്യലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കലാണ്, ദുആ ചെയ്യലാണ്, അല്ലാഹുവിനെ അദ്കാർ ദിക്ർ ചെല്ലലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനായ ഒരു മനുഷ്യന്റെ കൽബിൽ നിന്നും വരുന്ന ദുആ സ്വീകരിക്കുന്ന പ്രശ്നമില്ല. എന്താണ്? നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ല നിങ്ങൾക്ക് ഉത്തരം തരുമെന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങൾ ദുആ ചെയ്യണം എന്ന് മാത്രമല്ല, വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, മനസ്സാന്നിധ്യമില്ലാത്ത പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുക്കുന്ന പ്രശ്നമില്ല. എത്ര ഭയപ്പെടണം നമ്മൾ. അവൻ്റെ മനസ്സ് വിടല്ല, അങ്ങനെ പറയാണ് നാവുകൊണ്ട്. അതിങ്ങനെ ഒരു ഓട്ടോ പ്ലേ അങ്ങനെ വന്ന് വരിക എന്നല്ലാതെ എന്താണ് ഈ പറയണത്? ഇതാണ് ഞാനും നിങ്ങളും ഏറെ ഭയപ്പെടേണ്ടത്. നിസ്കാരത്തിൽ ഉടനീളം ശ്രദ്ധയില്ല. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പടച്ചവനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അതുകൊണ്ടാണ് ഈ നിസ്കാരം കൃത്യമാകാനും ക്ലിയർ ആകാനും വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്. നമ്മളെല്ലാ ക്ലാസ്സിലും പറയുന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി, പടച്ചോനെ എന്നെ എൻ്റെ മക്കളെ നിസ്കാരം നിലനിർത്തുന്ന ആളാക്കണേ. ഇത് ക്ലിയർ ആയാലോ, നിസ്കാരം ക്ലിയർ ആയാൽ എല്ലാം ക്ലിയറായി. പറഞ്ഞാട്ടെ, എന്തൊക്കെ ക്ലിയറായി? ഒരു പാപവും ഉണ്ടാവില്ല. മനസ്സാന്നിധ്യത്തോടു കൂടി 5 വക്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് പാപം ഉണ്ടോ?
5 വക്തിലും നല്ലൊരു തെളിഞ്ഞ പുഴയിൽ കുളിച്ച് ശുദ്ധമായി കയറുന്ന ഉപമയാണ് ആര് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് മാത്രമല്ല, ഹറാമിലേക്ക് അവന്റെ കണ്ണോ അവന്റെ കാതോ അവന്റെ കൽബോ അവന്റെ കൈകാലുകളോ പോകൂല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. എന്തുകൊണ്ട് നമുക്ക് കണ്ണെടുക്കാൻ പറ്റണില്ല ഹറാമുകളിൽ നിന്നും, അന്യപുരുഷന്മാരെ കാണുന്നതിൽ നിന്നും, അന്യ സ്ത്രീകളെ കാണുന്നതിലും, ഹറാമ് കാണുന്നത് ആസ്വദിക്കുന്നത് എന്തുകൊണ്ട് കഴിയണില്ല? എന്തുകൊണ്ട് നിസ്കാരം ആസ്വദിക്കാൻ കഴിയണില്ല? നിസ്കാരത്തിന്റെ മാധുര്യം നമുക്ക് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ കിട്ടാത്തത്? നമ്മളൊരു മൊബൈലും വണ്ടി ഇരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ചാനലുകളും അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് 1 മണിക്കൂറോ 1.5 മണിക്കൂർ 2 മണിക്കൂർ പോകണ നമ്മൾ അറിയണില്ല. പക്ഷേ 5 മിനിറ്റ് നമസ്കാരം നമുക്ക് 1 മണിക്കൂറിന്റെ ഭാരമാണ്. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശീൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഖുശൂ ഇല്ലാത്ത ആളുകൾക്ക് ഇത് ഭാരമാണ്. ഓലെ പ്രത്യേകത എന്താ? ഓൽക്കൊരു തുമൈനീനത്തുമില്ല. ഓലങ്ങനെ യാന്ത്രികമായി ചെയ്യാണ്, സ്പീഡിൽ ചെയ്യാണ്. ഓല് പറയണതോ ചൊല്ലി പറയുന്നതും അവരെ കൽബും യാതൊരു ബന്ധവുമില്ല. ഓലെ വായിൽ നിന്നങ്ങനെ ഇത് വരികയെന്ന് മാത്രമല്ല, അതൊന്നുമില്ല. ഇതാണ് നമ്മളെ ഈ ക്ലാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ പറഞ്ഞു, അത് നമ്മളെ സ്ഥലയിൽ കയറി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യുള്ളൂ. പക്ഷെ ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ശ്രമകരമായ പണി മനസ്സ് തെറ്റിപ്പോകാതെ നിൽക്കലാണ്. ഇതിനെന്ത് വേണം? അള്ളാന്റെ മുമ്പിലാണ്. റസൂലുള്ളാഹി പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ വെച്ച് പണ്ഡിതന്മാർ പറഞ്ഞ പരിഹാരം എന്താ? അള്ളാന്റെ മുമ്പിലാണ് നിൽക്കണെന്നുള്ള ബോധം വേണം. അള്ളാന്റെ മുമ്പിലാണ് ഞാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട റബ്ബ് ചോദിച്ചതൊക്കെ തരുന്ന സമയമാണ്. 1. രണ്ടാമത് സ്വലാത്ത് മുവദ്യ. അതാണ് രണ്ടാമത്തെ പരിഹാരം. എന്താ അർത്ഥം? ഇതിൻ്റെ അവസാന നിസ്കാരമാണ് എന്നാണ് ഉറപ്പിക്കുക. ഇതിൻ്റെ അവസാന നിസ്കാരം. ആർക്കാ ഗ്യാരണ്ടി ഉള്ളത് അടുത്ത വക്ത് നിസ്കരിക്കുന്നു? ഈ ഈശ നിസ്കരിക്കുന്ന ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പൊ കൊടുത്ത ബാങ്കിന്റെ ഈശ ഒരു ഗ്യാരണ്ടി ഇല്ല. നാളെ സുബഹി നിസ്കരിക്കുന്ന എന്താ ഗ്യാരണ്ടി? ഒരു ഗ്യാരണ്ടി ഇല്ല. ലോകത്ത് 35,000-ന്റെയും 50,000-ന്റെയും ഇടയിൽ ആളുകൾ ഉറക്കത്തിൽ മരിച്ചുകൊണ്ടെന്ന ഒരു ദിവസം ഇത്ര 35,000-ന്റെയും 50,000-ന്റെയും ഇടയിൽ ആളുകൾ ഉറക്കത്തിൽ മാത്രം, സാധാരണ മറ്റുള്ള മരണം ഉറക്കത്തിൽ മാത്രം. അപ്പൊ ഇന്നലെ ഉറക്കത്തിൽ അത്ര ആൾക്കാർ മരിച്ചു, മിഞ്ഞാന്ന് അത്ര ആൾക്കാർ മരിച്ചു. ഞാനും നിങ്ങളായി പെട്ടിട്ടില്ലല്ലോ. നമ്മളിവിടെ എണീറ്റേണ്ടി വന്നപ്പോ അയൽവാസി മരിച്ചിട്ടുണ്ട്. നമ്മളെ ശാഖയിൽ, നമ്മളെ ജില്ലയിൽ, നമ്മളെ സംസ്ഥാനത്ത്, നമ്മളെ നാട്ടില് 10,000-കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. നമ്മൾ മരിച്ചിട്ടില്ല. 40, 50, 60 കൊല്ലമായിട്ട് ഇങ്ങനെ ജീവിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ റൂഹിനെ പിടിച്ചണല്ലോ. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ. അല്ലാഹു മരിക്കണ ആളെയും അതേപോലെ ഉറങ്ങണ ആളെയും റൂഹിനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് രാവിലെ അവൻ എണീക്കണമെങ്കിൽ റൂഹിനെ തിരിച്ചു കൊടുക്കണം. അങ്ങനെ തിരിച്ചു തന്നു. അല്ലാത്തപോലെ അല്ലാഹു പിടിച്ചു വെച്ചു. നമ്മൾ എണീറ്റു, ഓലെ എണീറ്റിട്ടില്ല. ഓലെ ഖബർ കൊണ്ടായി കെടുത്തി. അപ്പൊ ആർക്കെ ഗ്യാരണ്ടി ഉള്ള നാളെ സുബഹി നിസ്കരിച്ചത്? ഒരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് സ്വലാത്ത മുവദ്യ. റബ്ബിനോട് സംസാരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട റബ്ബിനോട് ചൊല്ലിപ്പറയുന്നതിൻ്റെ അർത്ഥം പറയണം, അറിയണം. അതിനാണ് നമ്മളിവിടെ പറഞ്ഞത് നിങ്ങൾ അർത്ഥത്തോടു കൂടി നിസ്കരിക്കണം എന്ന് പറയാനുള്ള കാരണം. ഫാത്തിഹയുടെയും സൂറത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും അർത്ഥം അതാണ് പണ്ഡിതന്മാർ പറഞ്ഞ്. ചുണ്ടനക്കിക്കൊണ്ട് താൻ പറയുന്നത് തനിക്ക് കേൾക്കണം എന്ന കുറച്ചുകൂടി ഖുശൂ കിട്ടും എന്ന് പറഞ്ഞു പണ്ഡിതന്മാര്. വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ ചൊല്ലണമെന്ന് പറഞ്ഞു. എന്നും സ്ഥിരമായ ഒരു കാര്യം ചൊല്ലണതും അർത്ഥമറിഞ്ഞുകൊണ്ട് തന്നെ എന്നും സ്ഥിരമായി ഒന്ന് ചൊല്ലണതും പ്രാർത്ഥനകളുടെ വെറൈറ്റികൾ ഒരുപാട്. സുജൂദിൽ എത്ര റസൂലുള്ള പ്രാർത്ഥന പഠിപ്പിച്ചത്, റുക്കൂയിൽ എത്രയാ പഠിപ്പിച്ചത്, അത്തഹിയ്യാത്തിൽ എത്രയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതൊക്കെ മാറ്റി മാറ്റി ചൊല്ല പണ്ഡിതന്മാര് ഖുശൂ കിട്ടാൻ കാരണമാകുന്ന കാര്യമായി പഠിപ്പിച്ച സംഗതിയാണ്. അള്ളാഹു തരുന്ന പ്രതിഫലം മനസ്സിൽ കൊണ്ടുവരാ. ഒരു വക്ത് നിസ്കരിച്ചാൽ എത്ര കൂലി? 10 വക്തിന്റെ കൂലിയാണ് അല്ലേ? 5 വക്തിന് 50 വക്തിന്റെ കൂലിയില്ലേ? കൂലിയുണ്ട്. ജമാഅത്തായി നിസ്കരിച്ചാൽ × 27 ആണ്.
പിന്നെ ഓരോ നിസ്കാരത്തിന് ഏതൊരു അമലിനും 10 ചുരുങ്ങിയത് അല്ലേ? കൂലി മനസ്സിൽ കൊണ്ടുവരിക. നിസ്കാരത്തെക്കാൾ വലിയ ഇബാദത്തില്ല. ഇത് നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കിയിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിന് സ്പീഡ് ഉണ്ടാവില്ല, നിസ്കാരം ആസ്വദിക്കും. അരിഹ്നായ ബിലാൽ ഒന്ന് ഇഖാമത്ത് കൊടുക്ക്, ഞങ്ങൾ നിസ്കാരത്തിലേക്ക് കയറിയിട്ടൊന്ന് ആസ്വദിക്കട്ടെ എന്ന് പറയും. ഏതാണ് ഇപ്പൊ ആ വർത്തമാനം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബിലാലെ നിങ്ങളൊന്ന് ഇഖാമത്ത് കൊടുക്കി, ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. സലഫ് സ്വാലിഹികൾ രാത്രിയാകാൻ കാത്തു നിൽക്കുന്ന, എന്തിനാ? രാത്രി കിടന്നുറങ്ങാനോ? അല്ല, രാത്രി ഖിയാമുൽ ലൈലിന് വേണ്ടിയിട്ട്. എനിക്കൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ള ഉണ്ടെങ്കിൽ തന്നെ ചെറുത് നിസ്കരിച്ചുണ്ട്. ഓല് രാത്രിയാകാൻ കാത്തു നിൽക്കും. ജീവിതത്തിൽ പട്ടിണിയാണ്, പരിവട്ടമാണ്, പ്രയാസമാണ്, ശത്രുക്കളുടെ പീഡനങ്ങളാണ്. പക്ഷെ ഓലെ സമാധാനം രാത്രിയുടെ അവസാന യാമമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്താണത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കണ തൗഫീഖാണ്. ഈ തൗഫീഖ് കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്ത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക. അതെപ്പോൾ പ്രാർത്ഥിക്കണം? സലാം വീട്ടിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. നിസ്കാരത്തിൻ്റെ ശേഷം പ്രാർത്ഥിക്കാം, ചില വണ്ടിയന്മാർ നിസ്കാരത്തിൻ്റെ ശേഷം പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയം എവിടെയാണ്? അത് നിസ്കാരത്തിൻ്റെ തഹിയാത്തിലാണ് എന്ന് പറഞ്ഞു. അവസാനത്തെ ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ അബ്ദല യുസല്ലി സ്വലാത്ത അസ്സലാ, ഇന്നൽ അബ്ദല യുസല്ലി സ്വലാ, ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു, മാ യുക്തബു ലഹു മിൻഹാ ഇല്ലാ ഉശ്റുഹാ വതിസ്ഉഹാ വസുമുനുഹാ വസുബഉഹാ വസുദുസുഹാ വഖുംസുഹാ വറുബുഹാ വസുലുസുഹാ വനിസ്ഫുഹാ. ആ നമസ്കാരത്തിൻ്റെ 10 മാത്രമേ അയാൾക്ക് കൂലിയുള്ളൂ. അഥവാ 100-ൽ 10 മാർക്ക് മാത്രം. അള്ളാഹു മാർക്കിടുമ്പോൾ എത്രയാണ് കിട്ടിയുള്ളത്? 10-ലാണ് ടോട്ടൽ മാർക്കെങ്കിൽ 1 മാർക്ക്. ചില ആൾക്കാരുടെ നിസ്കാരത്തിൽ 2 മാർക്ക്, ചിലർക്ക് 3, ചിലർക്ക് 5, 3, 4, 5, 6, 7, ചിലർക്ക് 10-ൽ 10 കിട്ടുന്നു. 10-ൽ 10 കിട്ടാനാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോ ശനിയാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ ഓരോ ശനിയാഴ്ച നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന്, ഞാനിവിടെ വന്ന് ഈ ക്ലാസ് എടുത്തത്. നമുക്ക് 10-ൽ 10 കിട്ടണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ നമസ്കാരം കൃത്യമായി 10-ൽ 10 അല്ലെങ്കിൽ 10-ൽ 9 അതിൻ്റെ അതേപോലെയുള്ള വലിയ പ്രതിഫലം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ പാപങ്ങളും ഒന്ന് പുറത്തു കഴിഞ്ഞു. ഹറാമുകളിൽ നിന്നും വിട്ടു നിൽക്കാൻ നമുക്കത് സാധിക്കും. ഈ നിസ്കാരം നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ എന്നെ കണ്ടുവോ അപ്രകാരം നമസ്കരിക്കുക എന്ന് പറഞ്ഞ ആ നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മക്കളെയും ഇണതുണകളെയും നല്ല നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ, നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അത് മുഖേന പാപങ്ങൾക്ക് പൊറുക്കപ്പെടാനും തോന്നിവാസങ്ങളിൽ നിന്നും ഹറാമുകളിൽ നിന്നും വിട്ടു നിൽക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി പടച്ചറപ്പിനെ കാണുന്ന പോലെ ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് ആ ഇഹ്സാനിൻ്റെ ഉടമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലുമെല്ലാം അല്ലാഹു ഖൈറും ബർക്കത്തും നിറക്കുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമെല്ലാം അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനാ അൽ ഫിർദൗസ് യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.